മനുഷ്യൻ അടിസ്ഥാനപരമായി പാണക്കാട് വിരോധം, മുസ്ലിം ലീഗ് വിരോധം എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ സംഘടനയുടെയും ജന്മവൈകല്യമാണ്. ഇനി ആ വൈകല്യം മാറും എന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നത് മാറുകയാണെങ്കിൽ നല്ല തന്നെയാണ്. പക്ഷെ നടക്കാൻ പോണ കാര്യമില്ല. അങ്ങനെ പാൽപ്പായസം കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ മൂപ്പര് കുറെ മാറിയിരിക്കുന്നു. മൂപ്പർക്ക് കുറെ മാറിയിരിക്കുന്നു. അതൊന്നും ഇനിയിപ്പോ ആ പഴയ മാറ്റം വേണ്ട എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ആ മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റം ആദ്യം കാണേണ്ടത് പാണക്കാട് സാദാത്യങ്ങളോടുള്ള സമീപനത്തിലാണ്. ഞാൻ ഇന്നിവിടെ പരിപാടി പ്രസംഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ തൃശൂർ ജില്ലയിലുള്ള ഒരു യുവ പണ്ഡിതൻ രാവിലെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞു. ഏതായാലും തിരുവരങ്ങാടി പോകുമ്പോൾ ഒരു കാര്യം എന്റെ പേരിനോട് പറയണമെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചപ്പോ നമ്മള് കുറച്ച് മുമ്പ് സമസ്ത ഓരോ മേഖലകളിൽ സമ്മേളനം നടത്തിയിരുന്നു. കോഴിക്കോട്ട് സമ്മേളനം, കണ്ണൂരിലെ സമ്മേളനം, അങ്ങനെ തെക്കൻ മേഖലത്തെ സമ്മേളനം നടത്തി. അന്ന് സമസ്തയുടെ നേതൃത്വത്തിൽ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വളരെ സജീവമായി നേതൃത്വം നൽകുന്ന സമയമാണ്. അപ്പൊ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ തൃശ്ശൂരിൽ നടക്കുന്ന സമ്മേളനം നടക്കുന്ന സംഘാടകരോട് പറഞ്ഞത്രേ, അവിടുത്തെ സമ്മേളനത്തിൽ നിങ്ങൾ വൈകിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവിയെ പങ്കെടുപ്പിക്കണം. അപ്പൊ ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു സംഗതിയാണ്. അതുകൊണ്ട് ആലപ്പുഴയിലെ വൈകിത്തറയുടെ വീട്ടിൽ ഇവർ ക്ഷണിക്കാൻ ചെന്നപ്പോ വൈകിത്തറ പറഞ്ഞു, ആ ദിവസം ഞാൻ നാട്ടിലുണ്ടാവില്ല, തങ്ങളോട് പ്രത്യേകം പറയണം, എനിക്കൊരു വിഷമം പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. 89-ലുണ്ടായ ആ ഭിന്നിപ്പ് മുസ്ലിം സമുദായത്തിൽ ഒരുപാട് പ്രയാസവും മനസ്സംഘർഷമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ രണ്ട് ചേരികളായി പരസ്പരം തമ്മിലടിച്ച് പരസ്പരം പോരടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് രണ്ടു കൂട്ടരും ഐക്യപ്പെടുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം. ഞാൻ വേണമെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങിക്കൊള്ളാമെന്ന്. അപ്പൊ നമ്മളുടെ ഈ വിഘടിത വിഭാഗത്തെയും സമസ്തയെയും രഞ്ജിപ്പിലെത്തിപ്പിക്കാൻ ആവശ്യമായി ഇദ്ദേഹത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. അപ്പൊ ഈ പോയ ആളുകൾ പറഞ്ഞു, പാണക്കാട് സാദാത്തുക്കളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഏത് മസ്ലഹത്തിനും തയ്യാറാണെന്ന് ശംസുൽ തന്നെ പറഞ്ഞു വെച്ചാൽ, പാണക്കാട് സമസ്തയുടെ മസ്ലഹത്ത് ചർച്ചയിലെ അടിസ്ഥാനപരമായ ആവശ്യം എന്താണ്? പാണക്കാട് പറയുന്ന അനുസരിക്കണം. പാണക്കാട് എന്ന് പറയുന്ന അങ്ങനെ ആ പാണക്കാട് തങ്ങന്മാരെ ഇയാൾ അനുസരിക്കൂല എന്നുള്ളത്. പാണക്കാട് തങ്ങൾ പറയുന്നത് ഇയാൾ അനുസരിക്കൂല. പാണക്കാട് തങ്ങന്മാരോടുള്ള വിരോധം മാറ്റിവെക്കാത്ത ഒരു അനുരഞ്ജനവും ഒരു യോജിപ്പൊന്നും ഇപ്പൊ നമുക്ക് നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. അപ്പോ വൈകിത്തറ പറഞ്ഞു, പാണക്കാട് തങ്ങളെ മൂപ്പരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പാണക്കാട് തങ്ങളെ അംഗീകരിപ്പിക്കുന്ന കാര്യങ്ങളേറ്റെങ്കിൽ എന്നാ പിന്നെ ഒരു പ്രതീക്ഷയുണ്ട്, എന്നാ നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ വൈകിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എത്തിച്ചു. ശിഹാബ് തങ്ങളോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ശ്രമം തുടങ്ങുന്നു, തങ്ങളെ ഇതിന് വേണ്ട സമ്മതം തരണം, തങ്ങൾ ധാരണ തരണം. അപ്പൊ തങ്ങള് പറഞ്ഞു, ഞാൻ ഇപ്പൊ എന്താ വേണ്ടത്? നിങ്ങൾ ശ്രമം നടത്തിക്കോ, അല്ല നിങ്ങൾ ക്ഷണിക്കണം, ഈ കൂട്ടരെയും ഇരുത്താൻ വേണ്ടി, ഒരുമിച്ച് ഇരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ശ്രമം നടത്തണം. അവ തങ്ങൾ പറഞ്ഞു, തങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയണം. അപ്പൊ ശിഹാബ് തങ്ങൾ പറഞ്ഞത്ര, നിങ്ങൾ വെറുതെ നടക്കാൻ കഴിയും, നിങ്ങൾ വെറുതെ ഈ സമയം കളയണ്ട. അല്ല തങ്ങൾ, എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്, എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്, അല്ലെങ്കിൽ അത് നടക്കുമെന്ന് എന്നോട് ആലോചിക്കുന്നു. അങ്ങനെ ഇയാൾ വൈകിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഈ ഗാന്ധൂരിൽ ബന്ധപ്പെട്ടു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി അദ്ദേഹം വിളിച്ചാൽ ഇരു കൂട്ടരും ഇരിക്കുന്ന ഒരു ചർച്ചയിൽ നിങ്ങൾ പങ്കെടുക്കാൻ തയ്യാറുണ്ടോ? ഓ, ശിഹാബ് തങ്ങൾ പറഞ്ഞാൽ ഞാൻ വരുമല്ലോ, എനിക്കൊരു സംശയമില്ല. ശിഹാബ് തങ്ങൾ വിളിച്ചാൽ ഞാൻ വരും. ശിഹാബ് തങ്ങൾ പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ശിഹാബ് തങ്ങളെ മൗലികനൊന്നിയാണ്. അപ്പൊ വൈകിത്തറ മനസ്സിലാക്കി, ഇതിപ്പോ ഏതായാലും ഇപ്പൊ നടക്കാൻ പോവാണ്. വൈകിത്തറ വീണ്ടും പാണക്കാട് തങ്ങളെടുത്ത് വന്നു, തങ്ങളെ മൂപ്പർ തയ്യാറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ശിഹാബ് തങ്ങൾ പറഞ്ഞു, അത് നടക്കണ കാര്യമില്ല, എന്നാലും നിങ്ങൾ ശ്രമം തുടർന്നു, നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശിഹാബ് തങ്ങൾ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, ശിഹാബ് തങ്ങൾ അതിന് സന്നദ്ധനാണ് എന്ന് പറഞ്ഞപ്പോ ഞാനത് ആലോചിച്ച് പിന്നെ പറയാം. ഈ ക്ഷണിക്കാൻ പോയ അതേ പണ്ഡിതന്മാരെ തന്നെ പിന്നീട് ഒരു കല്യാണ വീട്ടിൽ വെച്ചുകൊണ്ട് വൈകിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഇന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹം പറഞ്ഞത്രേ, അവൻ മുനാഫിക്കാണ്, സമ്മതിക്കാൻ പറ്റില്ല. ആ
ആ ഐക്യം ഈ സമുദായത്തിന് യാതൊരു ഭയവുമില്ല, അവൻ മുനാഫിക്കാണെന്ന് ഈ വൈരിത്തറ മുഹമ്മദ് ഇബ്നു വലവി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ പാണക്കാട് തങ്ങന്മാരോടും ഈ സാദാത്തുക്കളോടൊക്കെ ഇവരുടെ സമീപനം ഇതാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് സ്വന്തമായി പള്ളികൾ, സ്വന്തമായി മദ്രസകൾ, സ്വന്തമായി സ്ഥാപനങ്ങൾ എല്ലാമുണ്ട്. എല്ലാം ഒരു ഭാഗത്ത് ബോധിച്ചുകൊണ്ടിരിക്കുന്നു. അത് അതിന്റെ വഴിക്ക് പോകുന്നു. നമ്മൾ ആരും അതിൽ കയ്യേറാനോ അതിൽ കൈവെക്കാനോ അതിൽ സ്വാധീനിക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ ഇവിടെ പാരമ്പര്യമായി സമസ്ത കേരള ജമീയത്തിലെ അംഗീകരിച്ച് ബഹുമാനിച്ച് പോരുന്ന അത്തരത്തിലുള്ള വലിയൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന്റെ കണ്ണികളായി ബോധിച്ചുകൊണ്ടിരിക്കുന്ന പള്ളി മദ്രസകളെയും മഹല്ലുകളെയും കയ്യേറാനും അവിടെ ദുസ്വാധീനമുണ്ടാക്കിയിട്ട് അവിടെ ഭിന്നിപ്പുണ്ടാക്കാനും ചെയ്തിട്ടുണ്ടാക്കാനും ഇവിടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ശ്രമങ്ങളെ ഒരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ. മാത്രമല്ല ഈ ശ്രമങ്ങളിൽ യാതൊരു ബുദ്ധിമുട്ടും നമ്മുടെ സംഘടനാ പ്രവർത്തകർ, പ്രത്യേകിച്ച് മഹല്ല് ഭാരവാഹികൾ ഒരിക്കലും സന്നദ്ധരാവാൻ പാടില്ല. കാരണം അത് അതിന്റെ ഭദ്രതയും അതിന്റെ മഹത്വവും അതിന്റെ എല്ലാ നന്മയും കാത്തു സൂക്ഷിക്കണമെങ്കിൽ അത് പാരമ്പര്യമായി ഏത് വഴിയിലൂടെ സഞ്ചരിച്ചുവോ ആ വഴിയിൽ തന്നെ ഭദ്രമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇവരുടെ ആവശ്യം ഇവിടെ ഒന്ന് കയറിയിരുന്നിട്ട് അവിടെ ചെറിയ ചെറിയ തങ്ങൾക്ക് അനുകൂലമായ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ്. സമസ്ത കേരള ജമീയത്തിനുമൊക്കെ മുകളിൽ, പാണക്കാട് സാദാത്തുകൾക്ക് മുകളിൽ ഒക്കെ കയറി നിന്നിട്ട് ഞാനാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് എന്ന് ഉയർത്തി തീർക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു. ഒരുപാട് ശ്രമങ്ങൾ. മഹല്ലുകൾക്ക് സമാന്തരമായിട്ട് വേറെ മഹൽ ഉണ്ടാക്കാൻ നോക്കി, പള്ളികൾക്ക് സമാന്തരമായിട്ട് വേറെ പള്ളി ഉണ്ടാക്കാൻ നോക്കി, മദ്രസക്ക് സമാന്തരമായിട്ട് വേറെ മദ്രസ ഉണ്ടാക്കി. മദ്രസ സിലബസ് അതുവരെ മദ്രസ പുസ്തകം കട്ടടിച്ച് പിടിച്ചപ്പോ പിന്നെ വേറെ സിലബസ് ഉണ്ടാക്കി. നിസ്കാര പള്ളി വേറെ നിസ്കാര പള്ളി. എവിടെയെങ്കിലും 10 സാധുക്കൾ ദിക്റിലിരിക്കുന്നുണ്ടെങ്കിൽ അവർ ദിക്റ് ചെല്ലുന്ന അതേ സമയം നോക്കിയിട്ട് തൊട്ടപ്പുറത്തെ ബിൽഡിംഗിൽ വേറെ ദിക്റ് വലിയ എല്ലാത്തിനും സമാന്തരം. മക്ബറക്ക് സമാന്തരമായിട്ട് വേറെ മക്ബറ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അത് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഇവരതിലേക്കുള്ള പോംവഴി ഏകദേശം രൂപപ്പെടുത്തിയിട്ടുണ്ട്. മക്ബറക്ക് സമാന്തരമായിട്ട് തൊട്ടപ്പുറത്ത് വേറെ നേർച്ചപ്പെട്ടുണ്ടാക്കും, എന്നിട്ട് അവിടെ വേറെ ആണ്ട് നേർച്ചാക്കും. എല്ലാത്തും സമാന്തരമായ പ്രവർത്തനം നടത്തി സമൂഹത്തിൽ ഭിന്നിക്കും ചൂഷണം ഇത് മാത്രം നടത്തി കൈമുതലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം. എല്ലാ അർത്ഥത്തിലും ഈ സമൂഹത്തിൽ ഭിന്നിപ്പിനും ചേരിതിരിവിനും മാത്രം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഇവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട രീതി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ പരിശുദ്ധമായ ദീൻ കടന്നു വന്നത്, പരിശുദ്ധമായ സ്വഹാബത്തിലൂടെ കടന്നു വന്ന ഈ ദീൻ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് 3 വിഭാഗം ആളുകളിലൂടെയാണ്. 3 വിഭാഗം ആളുകളിലൂടെ. ഒന്ന് ആദരണീയരായ സാദാത്തുക്കൾ, മറ്റൊന്ന് ആദരണീയരായ സൂഫിവര്യന്മാർ, മറ്റൊന്നും ആദരണീയരായ പണ്ഡിതന്മാർ, ആലിമീകൾ, ഉഖ്റവിയായ പണ്ഡിതന്മാർ. ഈ 3 വിഭാഗം ആളുകളും അവരുടേതായ 3 രീതിയിൽ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന കർമ്മം ഇവിടെ ഭംഗിയായി നിർവഹിച്ചു. ആ ഉഖ്റവിയായ പണ്ഡിതന്മാർ അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് വ്യാജന്മാരായ പണ്ഡിതന്മാർ വരും. അതിനെ തിരിച്ചറിയാൻ സമൂഹത്തിൽ സാധിക്കണം. സൂഫിവര്യന്മാർ ത്വരീഖത്തിന്റെ ആ വഴികളിലൂടെ ആത്മീയമായ ചൈതന്യത്തിലൂടെ സംസ്കരണത്തിലൂടെ പരിശുദ്ധമായ ദീനിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായും ഈ തസൂഫിന് വ്യാജമായ ആളുകൾ കടന്നുവരും. അതേ തിരിച്ചറിയാൻ സാധിക്കണം. സാദാത്തുക്കൾ ഇവിടെ നിർവഹിച്ച ദൗത്യം അവർ വലിയ പ്രഭാഷണം നടത്തിയോ വലിയ ജനകീയരായി അങ്ങനെ രംഗത്ത് വന്നുകൊണ്ടല്ല. അവരുടെ ഒരു നോട്ടം കൊണ്ട്, അവരുടെ സാന്നിധ്യം കൊണ്ട്, അവരുടെ പുഞ്ചിരി കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സാദാത്തുക്കൾ. ഈ 3 വഴികളിലൂടെ മുസ്ലിം സമുദായം വളരെ ഭംഗിയായി, വളരെ പവിത്രമായി, വളരെ വിശുദ്ധമായി എല്ലാ വിശ്വാസവും നേടിയെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഈ 3 വഴികളെയും അതിന്റെ പരിശുദ്ധമായ അർത്ഥത്തിൽ സ്വീകരിക്കുന്നവരാരാണ്, ഉൾക്കൊള്ളുന്നവരാരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഉഖ്റവിയായ പണ്ഡിതന്മാർ ഒരു ഭാഗത്ത് സമസ്ത കേരള ജമീയത്തിനുമൊക്കെ നേതൃത്വം കൊടുക്കുമ്പോ മറുഭാഗത്ത് ഇതേ വേഷം ധരിച്ചുകൊണ്ട് അതിന്റെ വ്യാജന്മാർ അവരെ മാത്രമല്ല മുസ്ലിം സമുദായത്തിനൊന്നടങ്കം വലിയ തോതിൽ അപമാനം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സാദാത്തുക്കളുടെ പേരിൽ കേരളത്തിൽ 30 കബീലകളിലൂടെ സാദാത്തുക്കൾ കടന്നു വന്നിട്ടുണ്ട്.
അതിൽ 29 യമനിലെ തരീമിൽ നിന്ന് കടന്നു വന്ന സാദാത്തുക്കളുടെ പരമ്പര ഒന്ന് മാത്രമാണ്, ബുഖാറ കുടുംബം മാത്രമാണ് ബുഖാറിൽ നിന്ന് കടന്നു വന്നത്. ഈ 30 സാദാത്തുക്കളുടെയും കുടുംബ പരമ്പരയിൽ അവർക്ക് കടന്നു വന്ന അവരുടെ ദൗത്യ നിർവഹണം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യമായിരുന്നു. സൂഫിവര്യന്മാർ അതത് കാലത്ത് കടന്നു വന്നിട്ടുള്ള ത്വരീഖത്തിന്റെ മശായിഖന്മാർ ആത്മീയമായ വലിയ പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് സംസ്കരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മഹാന്മാർ. പക്ഷേ ഈ 3 നേതൃത്വത്തിന്റെയും വിശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടും തകർത്തുകൊണ്ടുമാണ് ഇവിടുത്തെ മുഴുവൻ അവാന്തര വിഭാഗങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു കൂട്ടർ പറയാം തങ്ങന്മാർ പറഞ്ഞ വിഭാഗം തന്നെ ഇല്ല, അതൊക്കെ പണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്, ആ വേര് മുറിഞ്ഞു പോയിട്ടുണ്ട്. അല്ല, അതുണ്ട് എന്ന് പറയുന്നവരാണെങ്കിൽ ഇങ്ങനെ തങ്ങന്മാരെയും സാദാത്തുക്കളെയും പരസ്യമായി വിമർശിക്കാനും പ്രചോദനം ചെയ്യാനും അവരെ പരിഹസിക്കാനും രംഗത്ത് വരുന്ന ആളുകൾ. ചില ആളുകൾ പറയുന്നു തസവുഫ് ത്വരീഖത്തുകൾ, അങ്ങനെയൊന്നില്ല. അത് ശ്രീനാരായണ ഗുരു, സ്വാമി സത്യസായി ബാബ, ശ്രീ രവിശങ്കർ എന്നൊക്കെ പറയുന്ന പോലെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്നതിനേക്കാൾ അപ്പുറമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിഹാസ്യമായി ചിത്രീകരിക്കുന്ന ആളുകൾ. അല്ല, ത്വരീഖത്തുകളുണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ എല്ലാ ത്വരീഖത്തുകളെയും എതിർക്കുന്ന ഒരർത്ഥത്തിൽ ബിദഈ പ്രസ്ഥാനത്തിന്റെ ദൗത്യം സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പന്മളയോനെ പോലെയുള്ള ആളുകളെ ദൗത്യങ്ങൾ ഒരു ഭാഗത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സൂഫിവര്യന്മാർ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഇങ്ങനെ തച്ചുടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഉഖ്റവിയായ പണ്ഡിതന്മാർ അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്തുകൊണ്ടും അവർക്കെതിരെ തേജോവനം ചെയ്തുകൊണ്ടും അവരെ ജനങ്ങൾക്കിടയിൽ ഇകഴ്ത്തി കാണിക്കാനും അവരെ കൂച്ചുവിലങ്ങാനും വൃത്തികെട്ട വഴികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ നമ്മൾ കൃത്യമായി അന്വേഷിക്കുമ്പോഴും തിരിച്ചറിയുമ്പോഴും അവിടെയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ പ്രസക്തി നമുക്ക് ബോധ്യമാകുന്നത്. സമസ്തത്തിന് നേതൃത്വം കൊടുക്കുന്നത് മഹാനായ കോയക്കുട്ടി ഉസ്താദും ഷംഷീർ ഉസ്താദുമാണ്. കോയക്കുട്ടി ഉസ്താദ് ആരെയും ഷെയർ വാങ്ങിയിട്ടില്ല, ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കുകയല്ല, ആരത് നിക്ഷേപം സ്വീകരിച്ചിട്ടില്ല, മുമ്പിലേക്ക് ഏർപ്പാടുമില്ല. ആ മനുഷ്യനിരിക്കുന്നത് സ്വന്തം വീട്ടു മുമ്പിൽ 10-35 വർഷമായി ഒരു ഖബറുണ്ടാക്കിയിട്ട് ആ ഖബറിലേക്ക് നോക്കിയിട്ട് എനിക്ക് നാളെ കിടക്കാനുള്ള ഭവനമാണ് എന്ന ചിന്തയോടുകൂടി ദിക്റുകളുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ആ നേതാവാണ് സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞകാല തലമുറയിൽ സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് നേതൃത്വം കൊടുത്ത വടക്കൻ മുല്ലക്കോഴത്തങ്ങൾ മുതൽ അടുത്ത കാലത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ മഹാനായ പാറന്നൂർ ഉസ്താദ് വരെ നീണ്ടു നിൽക്കുന്ന ആ ദീർഘമായ പരമ്പര ഞാൻ ഓരോരുത്തരെയും പ്രത്യേകം പറയുന്നില്ല. ഒരൊറ്റക്കായി നമുക്ക് ബോധ്യമാണ്. അവരെല്ലാം ജീവിതകാലത്ത് സമസ്ത കേരള ജമീയത്തിലൂടെ ആദർശങ്ങൾ പരസ്യമായി പറയാനും പ്രചരിപ്പിക്കാനും രംഗത്ത് വരികയും അതിന്റെ നയനിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാനും അതിന്റെ എതിരാളികളെ ഇരിക്കേണ്ടത് തിരുത്താനും ആവശ്യമായ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അക്ഷരശുദ്ധിയോടുകൂടി സ്ഫുടമായി പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പൂർവ്വകാല പണ്ഡിതന്മാരുടെ ചരിത്രം. ഈ അടുത്ത കാലത്ത് നമ്മോട് വിട പറഞ്ഞ ആളുകൾ പോലും അവരുടെ ജീവിതം മാത്രമല്ല മരണവും അവർ നിലനിന്ന പ്രസ്ഥാനവും ആദർശവും സത്യസന്ധവും വിശുദ്ധവുമാണെന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഒരു പണ്ഡിതനും മരണപ്പെട്ടപ്പോ നിങ്ങൾക്കാർക്കും ഞങ്ങളെ നേതാവിനെ കാണിച്ചില്ല എന്ന് പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. ഞാൻ ഇത് കളിയാക്കാൻ വേണ്ടി പറയല്ല, പരിഹസിക്കാൻ വേണ്ടി പറയല്ല. പക്ഷേ അത് വലിയ ആലോചിക്കേണ്ട സംഗതിയാണ്, ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട സംഗതിയാണ്. നാളെ മരണപ്പെട്ടു പോകണം, എനിക്കും ഒരു ഖബർ ജീവിതമുണ്ട്, എനിക്കും ഒരു വിചാരണ നാളുണ്ട്, എനിക്കും നാളെ മഹ്ശറിൽ റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിനമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഏതെങ്കിലും സത്യവിശ്വാസികൾ അത്തരം മേഖലകളിൽ അത്തരം കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ആലോചിക്കണം. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ അവരുടെ ജീവിതവും മരണവും, നിങ്ങളുടെ പണ്ഡിതന്മാരുടെ ജീവിതവും മരണവും ഞാൻ ആ അർത്ഥത്തിൽ പറയുന്നത് അല്പം കൂടിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്രമേൽ വലിയ പാഠവും സന്ദേശവുമാണ് ആ സംഭവങ്ങളിലൂടെയൊക്കെ അവർക്ക് തിരിച്ചറിയേണ്ടി വന്നിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ട് ഇത് സംഘടനാ കളിയല്ല, ഇത് സംഘടനാപരമായ പകപോക്കലല്ല, ഓരോരുത്തരുടെയും ആത്മീയവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന തിരിച്ചറിവോടുകൂടി ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇനി ആരെങ്കിലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനാണെന്ന ബോധ്യത്തോടുകൂടി തെറ്റിദ്ധരിച്ചുകൊണ്ട് മറുഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരണമെന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് പുനരാലോചന നടത്തേണ്ടത്, വളരെ ഗൗരവപൂർവ്വം പുനരാലോചന നടത്തേണ്ടത് അവനവന്റെ സ്വന്തം നഫ്സിൽ നന്നായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, വളരെ അപഹസിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രഭാഷണം നടത്തി. അങ്ങനെ ഒരിക്കലും ക്രിസ്ത്യാനിസത്തിനോ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രവർത്തകർക്കോ ഒരുമിച്ച് കൂടിക്കൊണ്ട് വലിയൊരു സമ്മേളനം നടത്താൻ സാധിക്കാതിരുന്ന ഒരു പ്രദേശത്ത് അതിനുള്ള അവസരം നൽകിയ ബഹുമാനിയായ കാന്തപുരം ഉസ്താദിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ താങ്കളിൽ നിന്ന് ഇനിയും തുടരുമെന്ന് വളരെ സന്തോഷപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രത്യേകം അഭിവാദ്യം നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വേദിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.